എന്താ ഇന്നത്തെ ബീഫ്? സാധാരണ ഉള്ളതിനേക്കാളും നന്നായി. എന്തൊരു എരിവാ. എന്താ മാമേ? ഞാൻ എന്തുടയത്? എന്താ പ്രശ്നം? ഇത് നീ എന്നല്ലേ ഇത് തുടങ്ങി വെച്ച്? എല്ലാം നിർത്താന്ന് ഞാൻ പറഞ്ഞല്ലേ. അതിനിപ്പോ ഞാൻ എന്താ പഠിച്ചേ? ചേച്ചിക്ക് അപ്പാപ്പന്റെ ബാധ കയറുന്നപ്പോ എനിക്കറിയോ? സാരില്ല, ചേച്ചി കിട്ടൊന്ന് പണിതല്ലേ. അതിന് ചേച്ചി ഇങ്ങോട്ട് വന്ന് പണിതെന്ന് വിചാരിച്ചാ നീ. അതിലൊന്നും എനിക്ക് ഒരു സങ്കടമില്ല. ആ പോത്തോച്ച് എന്നിട്ട് കഷ്ണം പോലും എനിക്ക് കഴിക്കാൻ തന്നില്ല. അതിനിപ്പോ അപ്പാപ്പൻ പറഞ്ഞാ ഞങ്ങൾക്ക് കൊച്ചുമക്കൾക്ക് അനുസരിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പാപ്പനൊന്നുമില്ലെങ്കിലും അമ്മേമ്മനോടുള്ള സ്നേഹം കൊണ്ടല്ലേ. എനിക്കയ്യ, ഞാൻ എല്ലാം തുറന്നു പറയാൻ പോവാ. എന്റെ നാണക്കടുണ്ടല്ലോ, ഞാൻ സഹിച്ചോളാം. അങ്ങനെ അവസാനിപ്പിക്കാൻ വരട്ടെ. നീ വെറുതെ തമാശ കളിച്ചതേ. ഈ തമാശ കൊണ്ട് എന്തുണ്ടായി? എന്തോ നിന്റെ തമാശയാണ് നേരത്തേക്ക് ഒറിജിനല ബാധ. എന്താണ്ടാവാൻ കാരണം? നീ തമാശ കളിച്ചിട്ട് അതില് മനസ്സ് നൊന്നിട്ട് ഉണ്ടായതത്. മേലാൽ ഇങ്ങനെയുള്ള കളി കളിക്കുമ്പോ ശ്രദ്ധിക്കണം, മനസ്സിലായ? ഇനിയിപ്പോ എന്താ ബ്രാഞ്ചേട്ട് ചെയ്യാ? ഒരു വഴി ഞാൻ കണ്ടെന്ന്. എന്ത് വഴി? നാളെ ചേച്ചിയുടെ ബാധ ഒഴിപ്പിക്കാൻ പള്ളിയിലെ അച്ഛൻ അവിടെ വിളിച്ചോണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ നീയും ബാധ ഒഴിഞ്ഞ പോലെ അങ്ങോട്ട് അഭിനയിച്ചോ. നാളെ കഴിഞ്ഞ ഒരു ദിവസം പോലും എനിക്ക് ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല. നിങ്ങളൊക്കെ കൂടി എന്നെ പാട്ടെണ്ണിക്കിട്ട് കൊല്ലില്ലേ? എന്താ ചെയ്യ? പിന്നെ ഒരു കാര്യം. എന്താ? ഞാൻ പറയണ മരുന്ന് കേക്കണം. എന്ത്? ഹാരിസേച്ചിയുടെ ബാധ ഒഴിഞ്ഞിട്ടേ നീ ഒഴിയാൻ പാടില്ല. അത് പറ്റില്ല. എനിക്കല്ലേ ആദ്യം വന്നു, ഞാൻ ആദ്യം പോവും. ഒരു വീക്കാണ് തന്നല്ലോ. ഞാൻ പറയണ പോലെ കേട്ടാ മതി, സംശയം തോന്നും. പിന്നെ ഞാൻ ഒഴിഞ്ഞോ എന്ന് കണ്ണോണ്ട് ഒരു ആംഗ്യം കാണിക്കും. അപ്പോഴേ നീ ഒഴിയാൻ പാടുള്ളോ. ശരി. അതെ, പിന്നെ ഒരു കാര്യം ചേട്ടാ. നീ എന്തുട്ട കാര്യം? ഒരു ലേശം പോത്തറച്ച് എനിക്ക് ബാക്കി വെക്കോ? എന്ത് ചെയ്യത്? സ്വർഗസ്ഥനായ പിതാവേ, അപ്പോ നമുക്ക് തുടങ്ങാം. ഇത് വലിയ പ്രശ്നമുള്ള ബാധയാന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പാപ്പനും അമ്മാമയും നല്ല ഭക്തരായതുകൊണ്ട് അവര് പെട്ടെന്ന് ഒഴിഞ്ഞു പോകുന്നതാണ് എന്റെ മനസ്സ് പറയണേ. അപ്പാപ്പ എന്താച്ചോ? അവിടെ പള്ളി സിമിത്തേരിലെ കുഴിക്കകത്ത് സൗകര്യം പോരായിട്ടാണോ അപ്പാപ്പ ഇങ്ങനെ കറങ്ങി നടക്കണേ? അല്ലച്ചോ, അമ്മാമ്മ ഇങ്ങോട്ട് പോന്നെന്ന് അറിഞ്ഞപ്പോ ഞാനിങ്ങ് പോന്നേ ഉള്ളൂ. ഓ, ഈ സ്നേഹത്തിന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോയി. അപ്പാപ്പോ ഒരു കാര്യം ചെയ്യാം, അമ്മാമ്മ ഉടനെ അങ്ങോട്ട് തിരിച്ചെത്തിക്കോളും. അപ്പാപ്പൻ വേഗം പോയി ആ കുഴിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കേ. ലേഡീസ് ഫസ്റ്റ് ഒന്നല്ലേ അച്ചോ? അതൊക്കെ എന്നാ ഉണ്ടായി അപ്പാപ്പ? നിങ്ങളുടെ കാലത്തൊക്കെ കാരണന്മാരല്ലേ കാര്യങ്ങൾ നോക്കിയിരുന്നേ. അതുകൊണ്ട് അപ്പൊ അവന്റെ ഈ കുരിശിന് പണി ഉണ്ടാക്കാണ്ട് വേഗം സെമിത്തേരിലേക്ക് ചെല്ല്. അയ്യോ അയ്യോ, അച്ഛൻ എപ്പോഴാണ് വന്നത്? കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? അയ്യോ പാടി. അതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നെ ആവാം. ഇനി അമ്മാമ്മയുടെ കാര്യം നോക്കട്ടെ. അമ്മാമേ എന്താച്ചോ? ഓ, അമ്മാമയ്ക്ക് ദേഷ്യം കൂടുതലാണല്ലോ. അപ്പാപ്പൊരു പാവായിരുന്നു. ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് മടങ്ങിപ്പോയി. അങ്ങേരല്ല ഇപ്പോഴും അങ്ങനെ തന്നെയാ. പച്ച ചാണകത്തിന് തീ പിടിച്ച പോലെ ഒരു മനുഷ്യൻ. അമ്മാമ ഒഴിഞ്ഞു പോവാൻ തയ്യാറുണ്ടോ? ഇല്ല. ഓ, എന്നാ ഒരു കാര്യം ചെയ്യാം. അമ്മാമയ്ക്ക് കുറച്ചു വാശി കൂടുതലാ. കൂടിയ വിലയൊന്നും തന്നെ ആവാം. ബ്രാഞ്ച് അതിനെടുത്താൻ. ശരി അച്ഛൻ. കുഞ്ഞനെ അങ്ങോട്ട് വന്നിക്കോ. പ്രാഞ്ചേ ഇങ്ങടാ. കുഞ്ഞനം
ആ കൈ ഒന്നും ഇങ്ങോട്ട് നീട്ടിക്കോളൂ. നീട്ടു. അയ്യോ, കൈ വലിക്കുന്ന കുട്ടികളെ അച്ഛൻ ഇഷ്ടല്ല. അവരത് അച്ഛൻ ബെഞ്ചിന്റെ മുകളിൽ കയറ്റി നിർത്തും. അത് അമ്മാമയായാലും ശരി കിമ്മാമയായാലും ശരി. അല്ല, അമ്മാമയ്ക്ക് ഒഴിഞ്ഞു പോക്കോളാം എന്ന് 500 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതണമെന്നുണ്ടോ? കൈ നീട്ടു. എന്നാ കൈ നീട്ടു. കൈ നീട്ടു. പോ. ഒഴിപ്പിയൻ. ഒഴിഞ്ഞു പോ. എന്നോടാ കളി. കൈനീട്ട് ഒഴിഞ്ഞു പോ. കയ്യ നീട്ടമ്മാമേ ഒഴിഞ്ഞു പോവാൻ. പോയില്ലേ എന്നോട കളി. ഭർത്താവേ നീട്ട്. പ്രാഞ്ചേട്ടാ, എന്തുട്ടാ പറ്റിയേ? നിനക്കൊന്നും പറ്റിയിട്ടില്ലേ സൂസേ? നിനക്കൊന്നും പറ്റിയിട്ടില്ല. നിന്നോടല്ലേ പറയണത് നിനക്കൊന്നും പറ്റിയിട്ടില്ലാന്ന്? സൂസ രക്ഷപ്പെട്ടു അച്ഛാ. ഒന്നുമില്ല ഏട്ടാ. അതെ, അതൊക്കെ വിശദമായിട്ട് ബ്രാഞ്ച് നിനക്ക് പറഞ്ഞു തരും. ഞാൻ പറഞ്ഞു കൊടുക്കാം. അപ്പോ അപ്പാപ്പനെ അമ്മാമയും വന്നോടത്തേക്ക് തന്നെ മടങ്ങി. അവരൊഴിപ്പിക്കാൻ പെട്ട പാട് എനിക്കറിയോ. എനിക്ക് നന്നായി വിശക്കുണ്ട്. രാവിലെ പള്ളിമേടേന്ന് കഴിച്ച 4 വെള്ളയപ്പവും മുട്ടക്കറിയും ഈ പ്രവൃത്തിയിൽ അങ്ങോട്ട് ദഹിച്ചു പോയി. എനിക്ക് എന്തെങ്കിലും കനത്തിൽ കഴിക്കാൻ എടുത്തു വെക്കൂ. ഉണ്ടച്ചോ, നല്ല വെള്ളയപ്പം കോഴിക്കറി ഉണ്ട്. അത് എടുത്തു വെക്കൂ. എനിക്ക് മാത്രല്ല എല്ലാവർക്കും കഴിക്കാം. പോയി വിളമ്പിടി. കുഞ്ഞന്ന, എങ്ങോട്ടാ നീ പോണേ? കോഴിയും പോത്തൊന്നും കഴിച്ചോടുന്ന അറിഞ്ഞോട്ടെ. ചേട്ടാ, അത് കലക്കി.